ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓലന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പലതരത്തിൽ ഓലൻ വെച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഞാൻ വെക്കുന്നത് കുമ്പളങ്ങ മാത്രം ഇട്ടിട്ടുള്ള ഒരു ഓലനാണ്. ഏറ്റവും ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ഓലൻ ഉണ്ടാക്കിയെടുത്താലോ? ഇളവൻ കുമ്പളങ്ങ എന്നുവെച്ചാല് ഈ കളറുള്ള കുമ്പളങ്ങയില്ലേ, ഇളവൻ. നമ്മളെ നാട്ടിൽ നരയൻ കുമ്പളങ്ങ എന്നെല്ലാം പറയുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഇളയ കുമ്പളങ്ങ, മൂത്ത കുമ്പളങ്ങ എടുക്കാൻ പാടില്ല. മൂപ്പായ കുമ്പളങ്ങനെ കൊണ്ടും ആക്കാം, പക്ഷെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഇളയ കുമ്പളങ്ങ എടുത്തിട്ട് ഓലം വെക്കുന്നതാണ്. ഓലം വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിന്റെ പുറത്തെ സ്കിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിന്റെ തൊലി ഒന്ന് ചെത്തി കൊടുക്കുക. അപ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ കുരുഭാഗവും ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുമ്പളങ്ങ, കറിവേപ്പില, തേങ്ങ. ഞാനിവിടെ ചെറിയൊരു പോർഷൻ ആക്കുന്നത് കൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് കുമ്പളങ്ങ ഓലൻ വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓലനാണ്. ബാച്ചിലേഴ്സിനെല്ലാം ആക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കുമ്പളങ്ങ ഓലൻ വെക്കാൻ നോക്കാം. അതിനാദ്യം തന്നെ കുമ്പളങ്ങന്റെ പുറത്തെ തൊലിയൊന്ന് ചെത്തിക്കളഞ്ഞ് കുരുവെല്ലാം ഒന്ന് റിമൂവ് ആക്കി എടുക്കട്ടെ കേട്ടോ. അതിനുശേഷം കാണാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാം. ഓലനാകുമ്പോൾ കുറച്ച് വീതിക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എടുത്ത കുമ്പളങ്ങ വളരെ ഇളയ കുമ്പളങ്ങയാണ്, അതുകൊണ്ട് ഉള്ളിലധികം കട്ടിയില്ല. കണ്ടോ? ഈ ഒരു സൈസിൽ നമുക്ക് എല്ലാ കുമ്പളങ്ങയും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ കുമ്പളങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ കുമ്പളങ്ങ ഓലം വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കുക്കറിലും ആക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലുകൊണ്ട് ആയി കിട്ടും. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ മുറിച്ചിട്ട കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഞാൻ ആക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച തേങ്ങയും ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയിൽ അത്യാവശ്യം വെള്ളമുള്ള ഒരു വെജിറ്റബിൾ ആണ് കുമ്പളങ്ങ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ അന്നേരം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് കുമ്പളങ്ങ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുമ്പളങ്ങ വെന്തതിന് ശേഷം കാണാം. നമ്മളെ ഓലനുള്ള കുമ്പളങ്ങ ഓലന്റെ കുമ്പളങ്ങയെല്ലാം നന്നായിട്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഓലനാകുമ്പോൾ ചെറുതായിട്ട് വെള്ളത്തിന്റെ കണ്ടന്റ് വേണം കേട്ടോ കറിയിൽ. അപ്പൊ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ ഈ ഓലന് ഞാൻ തേങ്ങാപ്പാലല്ല കേട്ടോ ചേർത്തത്. തേങ്ങ വെറുതെ ചിരണ്ടി ഇട്ടിട്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമ്മളെല്ലാം വീട്ടിൽ ചെയ്യുന്ന ഒരു സാധാരണ ഒരു ഓലനാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. നമ്മളെ കുമ്പളങ്ങ ഓല റെഡിയാണ് കേട്ടോ. ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിട്ട് കൊടുക്കാം. എന്നാൽ നമ്മളെ ഓല റെഡിയാണ്. ബാച്ചിലേഴ്സിനെല്ലാം ബെസ്റ്റ് കറിയാണ് കേട്ടോ. ഞാനിവിടെ കുമ്പളങ്ങ ഓലനെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇവിടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഓയിലിലേക്ക് വറുത്തിട്ട് കൊടുക്കാം.
ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് കുമ്പളങ്ങ ഓലിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കുമ്പളങ്ങ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് കുമ്പളങ്ങ ഓലൻ വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.